മഴയൊക്കെ ആയതുകൊണ്ട് അടുക്കളയിൽ കയറാൻ മടിച്ചിരിക്കുവാണ് കേട്ടോ. എന്നാലും ഒരു ചിക്കൻ കറി പെട്ടെന്ന് അങ്ങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഞാൻ ചട്ടി കഴുകി അടുപ്പത്തോട്ട് വെച്ചു. കുറച്ച് പെരിഞ്ചീരവും പട്ടവും ഗ്രാമ്പും ഒക്കെ ഇട്ട് അതിനൊന്ന് കളർ ചേഞ്ച് ആയപ്പോഴത്തേക്കും 2 വലിയ സവോള നൈസായിട്ട് അരിഞ്ഞതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് 2 തക്കാളി അതുപോലെ പച്ചമുളകും കുറച്ച് കുരുമുളകും കൂടി എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തു കേട്ടോ. അരച്ചെടുത്ത് ആ കുരുമുളക് നമ്മുടെ വഴന്ന് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സവോളയ്ക്കകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കേട്ടോ. വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ. ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. അതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 2 വലിയ ഉരുളക്കിഴങ്ങ് കൂടി ഇങ്ങ് എടുത്തു കൊടുത്തു. എൻ്റെ മോന് ഉരുളക്കിഴങ്ങ് വളരെ ഇഷ്ടമാണ് കേട്ടോ. അതും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കേട്ടോ. ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതാ ചിക്കനിൽ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി അങ്ങ് സെറ്റാവാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അങ്ങ് സെറ്റായതുകൊണ്ട് ഞാൻ തേങ്ങ കുറച്ച് അങ്ങോട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2ാം പാലും അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് വേവട്ടെ എന്ന് വെച്ചു കേട്ടോ. വെന്തതാണ് കേട്ടോ. ഒന്നങ്ങ് സെറ്റായിക്കോട്ടെ. അതിനിടയ്ക്ക് ആ ടേസ്റ്റൊക്കെ നോക്കി ഇതൊന്നും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ ഈ പരിവായി കണ്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കണ്ടോ. കുരുമുളകും അതുപോലെ പച്ചമുളകും ഒക്കെ കൂടി അരച്ചതുകൊണ്ട് നല്ല ഒന്നാമതൊരു ടേസ്റ്റും മണവും രുചിയും. അപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്ന 1ാം പാലും കൂടി ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, കുറച്ച് ഗരം മസാല അതുപോലെ കുറച്ച് ചിക്കൻ പൊടിയും കൂടി അങ്ങോട്ട് തൂവി ഇട്ട് കൊടുത്തു കേട്ടോ. എന്തൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു പ്രാവശ്യം വെച്ച് കൂട്ടിയ ഒരാളും പിന്നെ ഈ ചിക്കൻ കറി വിടൂല്ല കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഒന്നും പറയാൻ വേണ്ട. വേറെ എന്ത് കറി ഉണ്ടെങ്കിലും മാറ്റി വെച്ച് ഇതങ്ങോട്ട് കഴിക്കും കേട്ടോ. ഇതുണ്ടാക്കിയവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ.